നമസ്കാരം. വെൽക്കം ടു പേശുംപടം. ഇത് നമ്മുടെ 16ാമത്തെ എപ്പിസോഡാണ്. അത് പറയാൻ കാരണം സാധാരണ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പം സ്വീറ്റ് 16 എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ പേശുംപടത്തിന് സ്വീറ്റ് 16 ആണ്. അത് ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകും. നമ്മളിപ്പോൾ മുതുകുളം രാമപിള്ള സാറ്, പിന്നെ അടൂർ പങ്കജമ്മ അവരെയൊക്കെ മീറ്റ് ചെയ്തു പോയ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിൽ സാധാരണ നായികന്മാരൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ അത്രയേ അഭിനയിച്ചിട്ടുള്ളൂ. അത് അവരുടെ കുറ്റമല്ല, അത്രയേ അവർക്ക് സന്ദർഭങ്ങൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഇല്ല. പക്ഷെ അവരെപ്പറ്റി നമ്മൾ അറിയാൻ പോകുന്നത് മിസ് കുമാരി എന്ന് പറഞ്ഞ അമ്മയെ പറ്റിയാണ്. വെള്ളി നക്ഷത്രം എന്ന പടത്തിൽ അഭിനയിച്ചതോടുകൂടി പിന്നെ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചു. ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അന്നത്തെ സൂപ്പർ സ്റ്റാറായിരുന്നു അവരിന്നില്ല. പക്ഷേ അവരുടെ പടങ്ങളെല്ലാം പലർക്കും ഓർമ്മ കാണും. ഇപ്പോഴും പഴയ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് പാലയുടെ അടുത്ത് സ്ഥലത്താണ്. അവരുടെ കുട്ടികളുണ്ട്, സ്വന്തക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ അമ്മയെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവരെ കാണാൻ സാധിച്ചില്ല. എന്നാലും അവരുടെ സ്വന്തക്കാരായ പലരെയും നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാം. ഭരണജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ, അഥവാ ഭരണജ്ഞാനത്തിൻ്റെ ചരിത്രം അല്ലെ മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്ക് മിസ് കുമാരി അമ്മയെ. അതുപോലെ ഞാനും ഒരു ഭരണജ്ഞാനക്കാരനാണ്. അപ്പോൾ മിസ് കുമാരി അമ്മയുടെ കൂടെ ഊണിലും ഉറക്കത്തിലും സിനിമാ സെറ്റിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരുമിച്ച് വളർന്ന ഒരാളുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ പെണ്ണമ്മ ചേച്ചി, മിസ് കുമാരി അമ്മയുടെ ചേച്ചി. നമുക്ക് ചേച്ചിയുമായിട്ടൊന്ന് സംസാരിക്കാം. ചേച്ചി, അപ്പോൾ പറയാം, മിസ് കുമാരി അമ്മയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചൊന്ന് പറയാം. ചെറുപ്പകാലത്ത് ഞങ്ങൾ 2 പേരും കൂടെയാണ് സ്കൂളിൽ പോയിക്കുന്നത്. അവിടെയൊക്കെ സിനിമ പിന്നെ നാടകം അഭിനയിപ്പിക്കുമായിരുന്നു. സ്കൂളിൽ ഇംഗ്ലീഷിലൊരു നാടകം എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് തൃശ്ശാമ്മയാണെങ്കിൽ പറയും. കാണാപ്പാടം പിടിച്ച് പറയണ്ടേ. അത് മലയാളം മീഡിയത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം പഠിക്കാത്ത കൊച്ചിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ തൃശ്ശാമ്മയെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തൃശ്ശാമ്മയെ കൊണ്ട് പറയിപ്പിച്ചു. നാടകം നന്നായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും എല്ലാ പരിപാടിയിലും ഉണ്ട്. അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. ഏത് ഡാൻസിനോ പിന്നെ തിരുവാതിരയ്ക്കോ ഒക്കെ ഞങ്ങൾ 2 പേരും ഉണ്ട്. സിനിമാ രംഗത്ത് അഭിനയിക്കാൻ തുടങ്ങിയ പിന്നെ പെണ്ണമ്മച്ചിയായിരുന്നോ മിസ് കുമാരി അമ്മയുടെ കൂട്ടിന് പോയിക്കൊണ്ട്? അല്ല, അത് ഇച്ചാച്ചൻ തന്നെയായിരുന്നു. ഞാൻ പോയത് എന്താന്ന് ചോദിച്ചാൽ, എനിക്കൊരു 2002ാമത്തെ മകനെ ഉണ്ടായപ്പം അവൻ അസുഖം വന്നു. അപ്പം അവനെയും കൊണ്ട് ഇവിടെ ചികിത്സിക്കാൻ പറ്റുകയില്ലായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുപോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ കൊണ്ട് അവരുടെ കൂടെ താമസിപ്പിച്ച് ചികിത്സയായിരുന്നു. അതൊരു 10-12 വർഷത്തേക്കിന് അങ്ങനെ പോകേണ്ടി വന്നു. അല്ല അമ്മച്ചി, അപ്പോൾ ഈ പഠിച്ച ഉടനെ തന്നെ ടീച്ചറായിട്ട് ജോലി കിട്ടിയോ? തൃശ്ശാമ്മ പഠിച്ചു കഴിഞ്ഞു, 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞു. തൃശ്ശാമ്മ വെറുതെ വീട്ടിലിരിക്കാനുള്ള ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവർ പഠിപ്പിക്കാനൊക്കെ ചാൻസ് കൊടുത്തു. അന്നത്തെ 10ാം ക്ലാസ്? അന്നത്തെ 10ാം ക്ലാസ്. അന്നത് മതി. 10ാം ക്ലാസ് പഠിച്ച ടീച്ചറാണ്. അന്ന് തൃശ്ശാമ്മ മിസ് കുമാരി അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് നമുക്ക് 16 വയസ്സ്. പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ 16 വയസ്സ്. അത് ശരി. എന്തായിരുന്നു വിഷയം? വിഷയം ഇന്നൊന്നുമില്ല. ഏത് വിഷയങ്ങളെ പഠിപ്പിക്കാം. അതിനിടയ്ക്ക് അവർക്ക് തലമുണ്ട് തയ്ച്ചു കൊടുക്കുകയും ചെയ്തു, ഉടുപ്പിടാൻ വേണ്ടി. പിന്നെ മഠത്തിലോട്ട് ചേർക്കാനുള്ള ഒരു ആഗ്രഹം. ആരുടെ നിർബന്ധമായിരുന്നു? അത് അവർക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സുമായിട്ട് ഇടഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തൃശ്ശാമ്മ ഇങ്ങോട്ട് ചേർന്ന് നമുക്ക് ഇവിടെ ചേരാവുന്ന. അപ്പൊ അമ്മച്ചി, എനിക്ക് സംശയമുള്ളത്, ഈ മഠത്തിൽ ചേരാൻ പോയ ഈ തൃശ്ശാമ്മ ടീച്ചർ സിനിമയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാനുള്ള? അത് പറയാം. അങ്ങനെ ഇരുന്നപ്പോൾ ഇച്ചാച്ചന് അതിനകത്ത് താല്പര്യമില്ല. അവളുടെ അന്നൊക്കെ ഇപ്പം മഠത്തിൽ പോകുന്നത് നല്ല കാര്യമാണ്. അന്ന് മഠത്തിൽ പോയാൽ നമ്മുടെ ഒരു കൊച്ച് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒന്ന് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റിയാൽ. ഇച്ചാച്ചന് ഏറ്റവും ഇഷ്ടം ഞങ്ങളോടായിരുന്നു.
ഇച്ചാച്ചൻ ഒരു കലാകാരനായി. അത് ശരി. അത് ശരി. സംഗീതത്തിലും അഭിനയത്തിലും എല്ലാം ആ ഇച്ചാച്ചൻ. കല നേരെ പകർന്നു കിട്ടിയത് കുമാരി രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ കൂടുതൽ കുമാരി അമ്മയ്ക്ക് എടുത്തു. അത് ശരി. അപ്പം ഈ പണ്ട് കാലത്തിൽ ഇച്ചാച്ചൻ്റെ ഒക്കെ നല്ല പ്രായത്തിൽ തുഷാമ്മയുടെ ചെറുപ്പകാലത്തിൽ ഇപ്പോൾ ഈ കൊച്ചു പിള്ളേരെ പോലെ സമയത്ത് ഒരു ഭാഗവതരുണ്ടായിരുന്നു, മാത്യു സാറെന്നും പറഞ്ഞു. അങ്ങേരെ അങ്ങനെയോ ഈ സംഗീതക്കാരനായിരുന്നു, അങ്ങ് ആലപ്പുഴ ചെന്ന് കൂടി. അപ്പം പുള്ളിക്ക് തോന്നി എന്നാൽ നമ്മുടെ തുഷാമ്മയെ കൂടെ ഇതിനകത്ത് ചേർക്കാം. അവൻ്റെ റെക്കമെൻഡേഷനിലാണ് ആലപ്പുഴ ഒരു ചാൻസ് കിട്ടുന്നത്. വെള്ളി നക്ഷത്രത്തിൽ ഒരുപാട് സ്റ്റിലൊക്കെ എടുത്ത് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് ആണ് ആദ്യമേ അവളെ എടുക്കുന്നത്. ശരി. ഈ മിസ് കുമാരി അമ്മയ്ക്ക് ആദ്യം കിട്ടിയ റെമ്യൂണറേഷൻ എത്രയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതായത് ആദ്യം കിട്ടിയ പ്രതിഫലം 1750 രൂപയാണ് നല്ലതങ്കയ്ക്ക് കിട്ടുന്നത്. ഏറ്റവും വലിയ അല്ലേ, നല്ലൊരു എമൗണ്ടാണ്. 1750, 2000 തികച്ച് കിട്ടിയിട്ടില്ല. അന്നത്തെ 1 ലക്ഷം ആണ്, അല്ലെ 2 ലക്ഷം. അതെ അതെ അതെ. അപ്പം എല്ലാവരും നല്ല തുക വാരാൻ തുടങ്ങിയ സമയത്ത് കുമാരി വിട്ടുവരും. സിനിമയോടും അവൾ കലയോടും അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണ് അവൾ ഈ അഭിനയിക്കുന്നത്. അഭിനയിക്കുകയല്ല, അനുഭവിക്കുന്ന മാതിരിയിലായിരുന്നു അവളുടെ ഓരോ ഷോട്ടും എടുക്കുന്നത്. അവളുടെ നീലക്കുയിലെ പടത്തിനകത്തെ ആ ട്രെയിൻ പാളത്തിലോട്ട് അവിടെ തല കൊണ്ടുപോയി വെച്ച് മരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? അതിനകത്ത് അവൾ ആ ട്രെയിൻ പാസ് ചെയ്ത് പോയിട്ടും അവൾ പൊങ്ങിയില്ല. അവിടെ വെച്ച് ബോധം കിട്ടുപോയി. അതെ. മരിക്കാനായിട്ട് തന്നെ തല വെച്ച് കിടക്കാൻ പോവുകയാണ്. കിടന്ന സമയത്ത് ട്രെയിൻ പാസ് ചെയ്ത് പോയിട്ടും തുഷാമ്മയ്ക്ക് തല പോക്കാൻ പറ്റിയില്ല. അവളുടെ ബോധം കിട്ടി കിടന്നുപോയി. ഏതാണ് ഏറ്റവും ഭീകരതായിപ്പോയി. ട്രെയിൻ പാളത്തിനിടയ്ക്ക് തല വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ മരിക്കാൻ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നല്ലേ ഓർക്കല്ലേ.